നമസ്കാരം. കാശ്മീരിൽ കഴിഞ്ഞുപോയത് കറുത്ത ചൊവ്വാഴ്ചയാണ്. കാശ്മീരിൻ്റെ മണ്ണിൽ ചോര പടർത്തിക്കൊണ്ട് ഭീകരാക്രമണം. കാശ്മീരിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി, അവധി ആഘോഷിക്കാൻ വേണ്ടി ജനങ്ങൾ അവിടെ എത്തി. സഞ്ചാരികളുടെ നേരെ ഭീകരവാദികൾ, തീവ്രവാദികൾ വെടിയുതിർത്തു. എന്നാൽ ഹിന്ദുക്കളായ സഞ്ചാരികളെ സംരക്ഷിക്കാൻ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. അതായിരുന്നു 28-കാരനായ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന 28-കാരനായ കുതിരസവാരിക്കാരൻ. ഇയാൾ ഇന്ത്യക്ക് നൽകുന്നൊരു മാതൃകയുണ്ട്, ഇന്ത്യക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. ഇതാണ് കാശ്മീർ, ഇതാണ് മതേതരത്വ കാശ്മീർ എന്ന് പറയുന്നത്. അല്ലാതെ വർഗീയത കുത്തിവെച്ചുകൊണ്ട് ഇന്ത്യയെ എങ്ങനെ നശിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന കാശ്മീരിലെ പ്രതിനിധിയല്ല. സെയ്ദിനെ പോലെയുള്ള നിരവധി നിഷ്കളങ്കരായ വ്യക്തികൾ, നിഷ്കളങ്കരായ ആളുകൾ ജീവിക്കുന്ന കാശ്മീരാണ് നമ്മൾക്ക് കാട്ടിത്തരുന്നത്. നമ്മൾ ധരിക്കുന്ന പോലെ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രചരിപ്പിക്കുന്ന പോലെയല്ല കാശ്മീരിലെ അവസ്ഥ. അവിടെ നിരപരാധികളായ സെയ്ദിനെ പോലെ നിഷ്കളങ്കരായ ഒരുപറ്റം മനുഷ്യരുണ്ട്. തൻ്റെ ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന പാവം സാധു ജനങ്ങളുണ്ട്. എന്നാൽ അവർക്കിടയിലേക്കാണ് തീവ്രവാദികൾ നുഴഞ്ഞു കയറുകയും മതത്തിൻ്റെ പേരിൽ ഇന്ത്യയെ ഭിന്നിക്കാനുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നത്. കൊടും ഭീകരമായ അന്തരീക്ഷമാണ് കഴിഞ്ഞുപോയത്. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ സെയ്ദിൻ്റെ കുടുംബത്തിനും വിലപ്പെട്ടതാണ്. സെയ്ദ് തൻ്റെ കുടുംബത്തിലെ അത്താണിയായിരുന്നു. ആ കുടുംബാംഗങ്ങൾക്ക് അവർ സെയ്ദിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. സെയ്ദ് തൻ്റെ ജീവൻ പോലും വില കൽപ്പിക്കാതെ തൻ്റെ കൂടെ വന്ന സഞ്ചാരികളുടെ ജീവനു വേണ്ടി പോരാടിയ യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ ഇസ്ലാം, യഥാർത്ഥ മുസൽമാൻ. ആദിൽ തൻ്റെ കുടുംബത്തിലെ ഏക പ്രതീക്ഷയാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ ആദിൽ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുകയും കുടുംബത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. കുടുംബാംഗങ്ങൾ ആദിൽ മരണപ്പെടുന്നതിന് തൊട്ടു മുന്നേ ഫോണിൽ വിളിച്ചിരുന്നു. താൻ സുഖമായിരിക്കുന്നു, യാത്രയിലാണ് എന്ന് മറുപടി നൽകി. അതിനിടയിലാണ് ഭീകരവാദികൾ തൻ്റെ കൂടെയുള്ള സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കാൻ വരുന്നത്. അപ്പോൾ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആദിലിന് വെടികൊണ്ടത്. വെടികൊണ്ട് തറയിൽ വീഴുന്നത്. ആ സമയം കൊണ്ട് നിരവധി സഞ്ചാരികൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. ആദിൽ തൻ്റെ സ്വന്തം ജീവൻ തന്നെ അവിടെ ഹോമിക്കുകയായിരുന്നു. തൻ്റെ സ്വന്തം ജീവൻ തന്നെ അവിടെ ബലിയർപ്പിച്ചുകൊണ്ട് ആദിൽ ആ സഞ്ചാരികളെ, കുറച്ച് സഞ്ചാരികളെയെങ്കിലും രക്ഷപ്പെടുത്തിയെന്നാണ് പറയേണ്ടത്. പക്ഷേ പല മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളും ആദിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരാമർശിക്കുക പോലും ചെയ്യുന്നില്ല. പകരം ഇസ്ലാമിക തീവ്രവാദത്തെ പൊക്കിപ്പിടിക്കുകയും ഇസ്ലാമിക തീവ്രവാദമെന്ന് ആർത്തിയോടെ പറയുകയും വീണ്ടും ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം മുതലെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം. പാകിസ്ഥാൻകാർക്കും ഇതുതന്നെയാണ് വേണ്ടത്. ഇന്ത്യയുടെ ഭിന്നത, ഇന്ത്യയിലെ ജനങ്ങളുടെ ഭിന്നത. ആ ഭിന്നത തന്നെയാണ് ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികളും മുതലെടുക്കുന്നത് എന്നുള്ളതാണ് അതിദാരുണമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ജനങ്ങൾ മതത്തിൻ്റെയോ കളറിൻ്റെയോ ജാതിയുടെയോ അതിർവരുമ്പുകളില്ലാതെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ പോരാടേണ്ടതാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ നികൃഷ്ട രാജ്യത്തിനെതിരെ തക്കതായ ശിക്ഷ കൊടുക്കേണ്ടത് തന്നെയാണ്. ഇത് ചെയ്ത ഭീകരവാദികൾക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകേണ്ടതാണ്. ഇനി ഒരിക്കലും ഇന്ത്യക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ തോന്നരുത്. നിരപരാധിയായ മനുഷ്യരാണ് മരണമറ്റു വീണത്. നിരപരാധികളാണ് കൊന്നൊടുക്കിയത്. ഇതിന് ഒരു ദൈവവും കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ്. മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലുമൊക്കെയുള്ള കൊലപാതകങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിരപരാധികളാണ് ചത്തുവീഴുന്നത്. നിരപരാധികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് സൈന്യത്തിനെ തന്നെ വെല്ലുവിളിക്കാതെ ഈ സാധു മനുഷ്യരെ കൊന്നൊടുക്കിയത്? ഒരുപാട് പ്രതീക്ഷകളോടെ, ഒരുപാട് സന്തോഷത്തോടെ അവധി ചിലവഴിക്കാൻ വന്ന മനുഷ്യർക്ക് നേരെ മതം ചോദിച്ചും പേര് ചോദിച്ചും അടിവസ്ത്രം അഴിപ്പിച്ചുമാണ് കൊല നടത്തിയത്. ശ്രദ്ധിക്കേണ്ട കാര്യം, മതത്തിൻ്റെ പേരിൽ ഭിന്നത ഇന്ത്യയിൽ സൃഷ്ടിക്കാനുള്ള ഒരു വലിയ നീക്കത്തിൻ്റെ ഭാഗമാണിത്. പക്ഷേ ഇതിലൊന്നും ഇന്ത്യൻ ജനത തളരില്ല. ഞങ്ങളൊന്നാണ്, മതത്തിൻ്റെ പേരിൽ ഒരു ഭിന്നതയും ഞങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല എന്ന്
ഇന്ത്യൻ ജനതകൾക്ക് ബോധമുണ്ട്, വിവരമുള്ള ഇന്ത്യൻ ജനതകൾക്ക് ബോധമുണ്ട്. തീർച്ചയായിട്ടും ആദിലിനെ പോലെ നിരവധി രാജ്യസ്നേഹികളുണ്ട്. യഥാർത്ഥ രാജ്യസ്നേഹി, യഥാർത്ഥ ഇസ്ലാം, യഥാർത്ഥ മുസൽമാൻ ആണ് ആദിൽ. കാശ്മീരിൽ നടന്ന ആ ചൊവ്വാഴ്ച, കറുത്ത ചൊവ്വാഴ്ച, ഇന്ത്യയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വേദനയാണ്. പക്ഷേ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മതത്തിൻ്റെ പേരിൽ വർഗീയത വിഷതുപ്പിയാൽ ഇവിടെ സാധുജനങ്ങളുടെ ഉള്ളിൽ ഇത്തരത്തിൽ മതവിദ്വേഷമോ മതവർഗീയതയോ മതഭേദങ്ങളോ ഇല്ല. അവരെല്ലാവരും മനുഷ്യരാണ്, സാധു മനുഷ്യർ. ഈ സാധു മനുഷ്യരെ കൊന്നൊടുക്കാൻ ഒരു ദൈവവും കൂട്ടുനിൽക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ഇത് കേട്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.